തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ പരിധികളിലെ കെട്ടിട നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് CAG കണ്ടെത്തിയത്. 14.4 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് പാറ്റൂരിൽ ഫ്ളാറ്റ് നിർമ്മിച്ചത്. പലതവണ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടും പാറ്റൂരിലെ ഫ്ളാറ്റ് നിർമ്മാണവുമായി ഉടമസ്ഥർ മുന്നോട്ടുപോയി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നിർമ്മാണം നിർത്തിവെപ്പിക്കാൻ കോർപ്പറേഷൻ ഒരു നടപടിയും എടുത്തില്ലെന്നും CAG കുറ്റപ്പെടുത്തുന്നു. സെക്രട്ടേറിയറ്റ് അനക്സ് കെട്ടിട നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടായെന്ന ഗുരുതര കണ്ടെത്തലും CAG റിപ്പോർട്ടിലുണ്ട്. എഞ്ചിനീയറുടെ സാക്ഷ്യപത്രത്തോടൊപ്പം 30 ദിവസം മുൻപ് കെട്ടിടത്തിന്റെ പ്ലാൻ സെക്രട്ടറിക്ക് കൈമാറണമെന്ന കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചാണ് അനക്സ് കെട്ടിടം നിർമ്മിച്ചത്. ബാറുടമ ബിജു രമേശിന്റെ വിൻസർ രാജധാനി ഹോട്ടലിലെ 8 മുതൽ 12 വരെയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചത് കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ്. ഈ നിർമ്മാണം തടയുന്നതിലും കെട്ടിട നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലും കോർപ്പറേഷൻ അലംഭാവം കാണിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ജൂബിലി മെഡിക്കൽ കോളേജിന്റെ 16 നില കെട്ടിടം അഗ്നിശമന സുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് നിർമ്മിച്ചത്. തീരദേശ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനുമതിയില്ലാതെ വിഴിഞ്ഞത്തും വേളിയിലും ഹോട്ടലുകൾ ഉൾപ്പെടെ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്നും CAG കണ്ടെത്തി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച CAG റിപ്പോർട്ടും നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 12% അനർഹരാണ് പെൻഷൻ കൈപ്പറ്റിയത്. യഥാർത്ഥ ഗുണഭോക്താക്കളിൽ പലർക്കും പെൻഷൻ ലഭിച്ചില്ല. 1.44 കോടി രൂപയാണ് ഈ ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് നഷ്ടപ്പെട്ടത്. പെൻഷൻകാരുടെ പട്ടിക പുനഃപരിശോധിക്കണമെന്നും CAG റിപ്പോർട്ട് പറയുന്നു. PPJC, മീഡിയ 1, തിരുവനന്തപുരം.